നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സംഭാഷണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻ. നമ്മൾ ഈ സ്ഥൂലതലത്തിൽ നടത്തുന്ന ആശയവിനിമയങ്ങൾ, അതിന് പല ലെവൽസ് ഉണ്ട്. സംസാരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ്, അതേക്കുറിച്ചിട്ട് ലാലാജി മഹാരാജ് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് എന്തുകൊണ്ടാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? കൂടുതൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിൽ ആഴത്തിലേക്ക് പോകണം. ഇപ്പം ഏറ്റവും ആഴത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഡെപ്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവിടെ വാക്കുകളില്ല, പൂർണ്ണമായിട്ടുള്ള സൈലൻസാണ്. പരസ്പരം പൂർണ്ണമായി മനസ്സിലാക്കുന്നു. കുറേ കാലം വിവാഹിതരായിട്ട് ജീവിച്ച കപ്പിൾസ് നോക്കിയാൽ അറിയാം, അവർ സംസാരിക്കില്ല. എന്താണ് എന്നറിയാം, മറ്റവരുടെ മനസ്സിലെന്താണെന്ന് അറിയാം. അപ്പോൾ സംഭാഷണത്തിൻ്റെ ഹയസ്റ്റ് ലെവല് ആ തരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള സൈലൻസാണ്. ആ സൈലൻസാണ് ശരിക്കും സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ. സൈലൻസ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. കാരണം ഈ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ തരത്തിലുള്ള ബോഡിലി ലാംഗ്വേജ് സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോയിട്ടുള്ള വ്യക്തികൾ, അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കേൾക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ ജീവിതത്തിൽ അത് പരിശീലിച്ചിട്ടില്ല. ആത്മാർത്ഥമായി ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഡെപ്തിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അവരിൽ നിന്ന് സെപ്പറേഷൻ ഫീൽ ചെയ്യില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ആരും വരുന്നില്ല പോകുന്നില്ല, എല്ലാവരും എപ്പോഴും ഉണ്ട്. ഞാനത് അറിയുന്നു, നീ അത് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലേക്കുള്ള ട്രാൻസിഷൻ ഇതാണ് ഈ ഭൗതിക ജീവിതം. ബോഡി ട്രാൻസെൻഡ് ചെയ്തിട്ട്, ഫിസിക്കലായിട്ടുള്ള ഈ ഭാഷകളുടെ ട്രാൻസെൻഡ് ചെയ്തിട്ടുള്ള ഒരു
ഡെപ്തിലുള്ളൊരു കമ്മ്യൂണിയം, അതായത് ഡിവൈൻ ആയിട്ടുള്ള ലാംഗ്വേജ്. നമ്മുടെ പല സ്ക്രിപ്റ്റേഴ്സും ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്നതാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സഹജമാർഗത്തിൽ വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ് മാസ്റ്റേഴ്സ് ഒരു മാധ്യമത്തിലൂടെ, ഹെലൻ പേരെ എന്നുള്ള മാധ്യമത്തിലൂടെ മെസ്സേജസ് തന്നതാണ്. വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ്. അവർ ഈ ലോകം വിട്ടു, പക്ഷേ ആ പുസ്തകം നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ആശയവിനിമയം ലോകത്തിൽ സർവ്വസാധാരണമാവും എന്നും അവിടെ ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, ഹാർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി. അപ്പോൾ അവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, സ്നേഹത്തിലൂടെ മാത്രം. ഈ ലോകത്തിലുള്ള എല്ലാ അറിവുകളും നമുക്ക് നമ്മുടേതാക്കി മാറ്റാൻ, സ്വാംശീകരിക്കാൻ ഉള്ള ഒരേ ഒരു വഴി സ്നേഹം മാത്രമാണ്. നമ്മൾ ത്യാഗത്തെക്കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്, സാക്രിഫൈസ്, യജ്ഞങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ത്യാഗത്തിലൂടെ മാത്രമേ ഉയരാൻ സാധിക്കുള്ളൂ എന്ന് നമ്മുടെ ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ ത്യാഗത്തെക്കുറിച്ചിട്ട് ഭഗവാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്താണ് ത്യാഗം? നമ്മുടെ കർമ്മഫലങ്ങളെ ത്യജിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. ഈ ലോകമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഇവിടെ പ്രവർത്തിക്കണം. അറ്റാച്ച്മെന്റിൽ നിന്നാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങളിൽ നിന്നാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആഗ്രഹപൂർത്തീകരണം അല്ലെങ്കിൽ ദേഷ്യം വരുന്നത്. ഇപ്പോൾ ഈഗോന്റെ മാനിഫെസ്റ്റേഷൻ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അറ്റാച്ച്മെന്റിലൂടെ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ള മഹാന്മാർ പലരും അറ്റാച്ച്മെന്റ്, ഡിറ്റാച്ച്മെന്റ്, ലോകത്തിനെ വിട്ടിട്ട് പോവുക. നമ്മുടെ പല ഋഷിമാരെ പറ്റിയിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്. വീടും കുടുംബവും ഉപേക്ഷിച്ചിട്ട് ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചവർ. പക്ഷേ പൂർണ്ണമായിട്ടും ഡിറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ടോ? കാരണം ഡിറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് ലൈഫിലേക്ക് തിരിച്ചു വരണം. ഇവിടെ അത് മാനിഫെസ്റ്റ് ആകും, എങ്കിലേ അത് ഡിറ്റാച്ച്മെന്റ് പറയാൻ സാധിക്കും. ഒരാൾ യഥാർത്ഥത്തിൽ ബ്രഹ്മചാരിയാണെങ്കിൽ, ബ്രഹ്മത്തിൽ ഇരിക്കുന്നവൻ, ബ്രഹ്മത്തിൽ ചലിക്കുന്നവനാണെങ്കിൽ ഈ ലോകമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എന്തിനാണ് ഭയം? വൈശാലി എന്നുള്ളൊരു സിനിമയുണ്ട്, ഭരതൻ സംവിധാനം ചെയ്തിട്ട് അതിഗംഭീരമായിട്ടുള്ള ഫിലിമാണ്. ഋഷ്യശൃംഗൻ എന്നുള്ള ഒരു ഋഷികുമാരനെ അദ്ദേഹത്തിന്റെ അച്ഛൻ വളർത്തുകയാണ്, ഒരു സെലിബ്രേറ്റ് ആയിട്ട് വളർത്തുകയാണ്. വൈശാലി കടന്നു വന്നതോടുകൂടിയിട്ട് ഋഷ്യശൃംഗന്റെ ഈ തരത്തിലുള്ള സെലിബസി അവസാനിക്കുകയാണ്. അതവിടെ ഉള്ളിലുണ്ട്. അടിച്ചു പൂട്ടി വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള ടെൻഡൻസീസിനെ മാറ്റാൻ സാധിക്കില്ല. ഇപ്പോൾ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തുനിന്ന് ഡിറ്റാച്ച് ചെയ്യലല്ല, മനസ്സിനെ ഇവിടെയുള്ള വിഷയങ്ങളിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുകയാണ് എന്ന് ബാബുജി മഹാരാജ് നമുക്ക് പറഞ്ഞു തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. റിനൗൺസിയേഷൻ, പരമ്പരാഗതമായിട്ടുള്ള റിനൗൺസിയേഷൻ നിന്നും സഹജമാർഗത്തിൽ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന റിനൗൺസിയേഷൻ വളരെ വളരെ ഡിഫറെൻ്റാണ്. നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞു തരുന്നത് റിനൗൺസ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി സ്നേഹത്തോട് കൂടിയിട്ട് അത് ഒന്നാക്കി മാറ്റുക, എൻ്റേതാക്കി, ഞാനാക്കി മാറ്റുക. നമ്മളൊരു അറിവ് പൂർണ്ണമായിട്ട് സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടേ മാറും. സൈക്കിള് ചവിട്ടാൻ പഠിക്കുന്നത് വരെ കുട്ടികൾക്ക് സൈക്കിളിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്, വിട്ടുകൊടുക്കില്ല. സൈക്കിൾ ചവിട്ടിയായിട്ട് മാസ്റ്റേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആര് ചവിട്ടിയാലും പ്രശ്നമില്ല. പാട്ട് അങ്ങനെ തന്നെ, പാട്ടുമായിട്ട് താതാത്മ്യം പ്രാപിച്ച ആൾക്കാർക്ക് ഭയമില്ലാണ്ടാവും. സ്റ്റേജ് പെർഫോമൻസസിൽ ഭയമില്ല, അതിൽ ഷോ കാണിക്കില്ല. ആവശ്യമുള്ളപ്പോൾ അത് പുറത്തേക്ക്, സംഗീതം പുറത്തേക്ക് വരും. അതും ട്രാൻസെൻഡ് ചെയ്യണം. കാരണം അതും ഈ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. ശരീരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഗീതം അവിടെ ഉള്ളത്? ആത്മാവിന്റെ സംഗീതം. അപ്പോൾ പൂർണ്ണമായിട്ട് ഡിറ്റാച്ച്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഡെപ്തിലേക്ക് പോകേണ്ടിയിരിക്കും. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഓരോ കഴിവുകളുടെയും അടിസ്ഥാനമായിട്ടുള്ള ആ സീഡ്, വിത്ത്, അത് നമ്മുടേതാക്കി മാറ്റണം. ഞാനും അതും ഒന്നാണെന്ന് മാറണം, അത് ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമേ ഡിറ്റാച്ച്മെന്റായി മാറും. അപ്പോൾ സഹജമാർഗ്ഗ റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലൂടെയാണ്, ശരിയായിട്ട് ജ്ഞാനത്തിലൂടെ, അതായത് പഠിക്കുന്ന അറിവല്ല. അതും ഈ പറയുന്ന ഞാൻ എന്നുള്ള അഹംബോധവും ഒന്നായി തീരുക, ലയാവസ്ഥയിലെത്തുക. അപ്പോഴേ അത് ട്രാൻസെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള ലയത്തിൽ, ഐഡന്റിക്കാലിറ്റി എത്തിച്ചതിന് ശേഷം ദാജി യൂണിയൻ എന്ന് പറയുന്നത്, എന്നിൽ നിന്നും ഇനി അകറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ് മാത്രമേ നമുക്ക് ആ നോളജിനെ ട്രാൻസെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ.
അപ്പോൾ ഈ ശരീരത്തിനോടുള്ള ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ പൂർണ്ണമായിട്ട് ജ്ഞാനം വേണം. മനസ്സിന്റെ മനസ്സിലാണ് അറ്റാച്ച്മെന്റ്. ഇന്ദ്രിയ വിഷയങ്ങളിലേക്കുള്ള അറ്റാച്ച്മെന്റ് മാറണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി പൂർണ്ണ ജ്ഞാനം വേണം. വെറുത്തിട്ട് കാര്യമില്ല. കുടുംബത്തിൽ നിന്നുകൊണ്ട് സ്നേഹം അഭ്യസിക്കണം എന്ന് ലാലാജി മഹാരാജ് പറഞ്ഞതുകൊണ്ടാണ് ഓരോ വ്യക്തിയും 100% നമുക്ക് നമ്മുടേതാക്കി മാറ്റാൻ സാധിക്കുകയാണ്. ഒരു നിമിഷം കൂടിയും വെറുപ്പില്ല. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൃഹസ്ഥാശ്രമത്താണ്. വിവാഹ ജീവിതം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വിവാഹ ജീവിതത്തിൽ പല പല ഇഷ്യൂസ് ഉണ്ടാകാം. പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് 100% ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പൂർണ്ണമായിട്ട് സ്നേഹത്തോടെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കപ്പിൾസ് ഒന്നായി മാറും. അതാണ് യോഗ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഫിസിക്കൽ ആയിട്ട് റിലേഷൻസ് അല്ല, ഒരാളുടെ മനസ്സിലുള്ള മറ്റയാളും അറിയുന്നു. ഒരു തരി പോലും എനിക്ക് പറ്റാത്ത ആളാണ് ഇത് എന്ന് തോന്നലുണ്ടാവരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴെങ്കിലും ഒരു നിമിഷം തോന്നണം, ഇത് വേണ്ടായിരുന്നു, വേറെ ആളെ കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. 100% ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിന് ട്രാൻസെൻഡ് ചെയ്യുക. എൻ്റെ ഭാര്യയെ പറ്റി സംസാരിക്കുമ്പോൾ എന്നെ പറ്റി സംസാരിക്കുകയാണെന്ന് തന്നെ തോന്നും. ഞാൻ എന്നെ പറ്റിയിട്ട് ആരും സംസാരിക്കും, ഭാര്യയ്ക്ക് തോന്നണം ഭാര്യയെ പറ്റി സംസാരിക്കുക. ഡിവിഷനില്ല, ഒരു സംശയവും ഇല്ലാണ്ടേ പറഞ്ഞത്. സംശയം എങ്ങനെ എപ്പോഴുണ്ടാവും? സെപ്പറേഷനിൽ പറഞ്ഞു. സംശയാത്മാ വിനശ്യതി, സെപ്പറേഷൻ എപ്പോഴേ സംശയം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഡെപ്തിലുള്ള ജ്ഞാനം എത്തുമ്പോൾ ആശയവിനിമയം ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതാണ് ഡിവൈൻ ലാംഗ്വേജ്. ഈശ്വരൻ്റെ ശരീരം ആവശ്യമില്ല നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതുപോലെ നമ്മളും ആ തരത്തിലേക്ക് ഉയരണം. അങ്ങനെയുള്ളൊരു സൊസൈറ്റി ഈ ലോകത്തിൽ വരും എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നുണ്ട്. പൂർണ്ണമായിട്ടും പരസ്പരം തിരിച്ചറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു ഹൈലി ഇവോൾവ് ബീയിങ്സ് ഉള്ള ഒരു സൊസൈറ്റി. അവിടേക്കാണ് നമ്മുടെ പ്രോഗ്രസ്. അപ്പോൾ അതിൽ മനുഷ്യനാണ് ഈ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക. മനുഷ്യനെ അത് കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരത്തിലുള്ളൊരു കോൺവെർസേഷനിലേക്ക് നമുക്ക് എല്ലാവർക്കും ഉയരാൻ സാധിക്കട്ടെ. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരണം ഹാർട്ട്ഫുൾനെസ്സിൽ ഏറ്റവും ഉയർന്ന കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള പ്രാണാഹുതി മാസ്റ്റർ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് അഭ്യാസിക്ക് മാസ്റ്റർ അനുഗ്രഹിച്ച് നൽകുന്നു. അപ്പോൾ ഹയസ്റ്റ് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് അത് എത്തിച്ചേരാൻ വളരെയധികം ഏറ്റവും എളുപ്പ വഴി ഈ വഴിയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.